രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ 100 രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതര നിലപാടിന് ഗുരുതരമായി മുറിവേൽപ്പിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങളെ അവഹേളിക്കുന്നതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയുടെ ആദർശങ്ങളെയും ചിഹ്നങ്ങളെയും ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളിലൂടെ മഹത്വവൽക്കരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നാണ് വിമർശകരുടെ പ്രധാന വാദം. ഒരു 100 രൂപ നാണയത്തിന്റെ ഒരു വശത്ത് ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും മറുവശത്ത് ഭാരതമാതാവിന്റെ ഒരു ചിത്രവുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കൈപ്പത്തി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ഒരു സിംഹത്തിന്റെ ഒപ്പമുള്ള ഭാരതാംബയെ RSS പ്രവർത്തകർ വണങ്ങുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലുപരി രാഷ്ട്രീയ സ്വാഹ ഇടം രാഷ്ട്രയ ഇടം നമമ എന്ന RSS മുദ്രാവാക്യം നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഔദ്യോഗിക നാണയത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം ഉൾപ്പെടുത്തുന്നത്. ഇത് ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന് അപമാനമാണെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മതപരമായ പ്രതീകമായ ഹിന്ദു ദേവതയുടെ ചിത്രം ഔദ്യോഗിക നാണയത്തിൽ ഉൾപ്പെടുത്തിയത് ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കത്തിന്റെ സൂചനയാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. തപാൽ സ്റ്റാമ്പിൽ 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSS സ്വയംസേവക് പങ്കെടുത്തതിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ടെന്നാണ് RSS കേന്ദ്രങ്ങളുടെ അവകാശവാദം. 1964 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് RSS പ്രവർത്തകർ കാണിച്ച ദേശസ്നേഹത്തിനോടുള്ള അംഗീകാരമായി ജവഹർലാൽ നെഹ്റു സർക്കാർ അവരെ ഔദ്യോഗികമായി ക്ഷണിച്ചുവെന്നാണ് RSSന്റെ പ്രധാന വാദം. എന്നാൽ ഈ അവകാശവാദം നേരത്തെ തന്നെ ചരിത്രകാരന്മാർ തള്ളിക്കളഞ്ഞു. 1963 പരേഡ് റിപ്പോർട്ടുകളിൽ യൂണിഫോം ധരിച്ച 3000-ലധികം RSS സന്നദ്ധ സേവകരെ കുറിച്ച് ഒരു പരാമർശവുമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പബ്ലിക് ദിന പരേഡ് 100,000-ലധികം പൗരന്മാർ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനമായിരുന്നു. RSS പ്രവർത്തകർ സാധാരണ പൗരന്മാരെ പോലെ പങ്കെടുത്തിരിക്കാമെന്നും പക്ഷെ ഔദ്യോഗിക യൂണിഫോം വിഭാഗമായിരുന്നില്ലെന്നും ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. വസ്തുതാവിരുദ്ധമായ ഇത്തരം അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക പിന്തുണ നേടിക്കൊടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് പുതിയ നാണയവും സ്റ്റാമ്പും എന്നും വിമർശനമുണ്ട്. ഇത് ഇന്ത്യൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനുള്ള ശ്രമമാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഈ സംഭവങ്ങളെ RSSും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നീക്കങ്ങളായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ മോദിയും RSSും തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച പരസ്യമായി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 11 വർഷമായി ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന മോദിയുടെ പ്രതിച്ഛായയെ നാഗ്പൂർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രധാന സേവക് എന്ന് സ്വയം വിശേഷിപ്പിച്ച മോദി സ്വയം RSS പ്രവർത്തകനാണെന്ന നിലപാട് സ്വീകരിച്ചത് ഈ അകൽച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോഴും തീരുമാനത്തിലെത്താൻ കഴിയാത്തതും മോദിയും RSSും തമ്മിലുള്ള ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത BJP പ്രസിഡന്റ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനായ ഒരു നേതാവാകണമെന്നാണ് RSS വാദിക്കുന്നത്. പാർട്ടിയുടെ നടത്തിപ്പിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും RSS എതിർക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ RSS ശതാബ്ദി ആഘോഷങ്ങൾ മോദിയും BJP നേതൃത്വവും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ശതാബ്ദി ആഘോഷങ്ങളിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് എന്നിവർ പങ്കെടുത്തത് ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. രാജ്യത്തിന്റെ ഭരണഘടന മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമാണിത്. എങ്കിലും ഒരു സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തെയും ചിഹ്നങ്ങളെയും ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. ഇത് ഭാവിയിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരണ നൽകിയേക്കാം. ഇത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ വെല്ലുവിളിയാകും. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഒരു സംഘടനയെ ഉൾപ്പെടുത്തിയതിലൂടെ ആ സംഘടനയുടെ ചരിത്രത്തെയും സംഭവങ്ങളെയും ഔദ്യോഗികമായി അംഗീകരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വസ്തുതാവിരുദ്ധമായ ചരിത്രത്തെ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും വിമർശകർ പറയുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടുകൾ പ്രചാരത്തിലുള്ള ഒരു രാജ്യത്ത് ഭാരത് മാതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയത് വലിയ ചർച്ചകൾക്കും വഴി തുറക്കുന്നുണ്ട്.
ഭാരതമാതാവ് ഒരു മതപരമായ പ്രതീകമാണോ അതോ ദേശീയ ചിഹ്നമാണോ എന്നതിനെക്കുറിച്ചും സംവാദങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് എല്ലാ പൗരന്മാരുടെയും കടമയാണ്. ഭരണകൂടം തന്നെ ഈ മൂല്യങ്ങളെ ലംഘിക്കുമ്പോൾ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ നടപടി രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. BJP നേതൃത്വവും RSSും തമ്മിലുള്ള ആഭ്യന്തര ഭിന്നതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ഈ നീക്കത്തെ കണ്ടാലും രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്ക് ഇത് വരുത്തിവെക്കുന്ന ഒരു ആഘാതം അത് വളരെ വലുതാണ്. ഈ വിവാദങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിലും പ്രത്യേകിച്ച് BJPയുടെയും RSSന്റെയും ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നതും ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ. 100ാം വാർഷികാഘോഷങ്ങൾ BJPക്കും RSSനും ഇടയിലുള്ള പാലം പണിയാൻ സഹായിക്കുമോ അതോ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. രാജ്യത്തിന്റെ മതേതര സ്വഭാവം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിന് ഈ പുതിയ വിവാദം ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്.